ഇന്നലെയും കഴിച്ചല്ലേ? ചെറു എന്താ നേരത്തെ എത്തിയോ? സാറെ കർക്കിടക മാസം ആയതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോൾ തിരക്ക്, നട അടച്ചിട്ട് തുറക്കാൻ വൈകിപ്പോയി. അല്ല ഉണ്ണി. സാറേ. ഉണ്ണിയല്ലേ ബെല്ലടിക്കേണ്ട ആള്? അത് സാറേ ഞാൻ കഞ്ഞിപ്പോരയുടെ കാർത്തിയാനി ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിനി ബെല്ലടിക്കാൻ. സാറേ 1-2 പണിയുണ്ട് വീട്ടിൽ. 2 പയ്യുണ്ട് കറക്കുന്നേ. പാല് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് വൈകി പോയി. നാളെ വൈകുന്നേരം. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെയാണല്ലോ? അതെ സാറേ, ഞാനൊന്ന് സൈൻ ചെയ്തിട്ടൊന്ന് പോകും. ഒരു 2-3 കല്യാണം ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതേ. അതെ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം ഉണ്ടെന്ന് പറയരുത്. കാരണം ഇപ്പം 2-3 പേര് ഇപ്പം ലീവാണേ. സാറേ എനിക്ക് ലീവ് വേണ്ട, ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പോയിട്ട് ഒരു 3-3:30 ആകുമ്പോഴേക്കും എത്തുകയും ചെയ്യാം. ആകെ തലവേദന പിടിപ്പിക്കണ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെന്ത് ഉത്തരവ് സാറേ? അതായത് എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി വെക്കണമെന്ന് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ് കോടതി. അതെന്ത് തലവേദന? അതിപ്പോൾ 2016 തൊട്ട് ഉള്ള ഉത്തരവല്ലേ? നമ്മളിവിടെ പെട്ടി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വെച്ചിട്ടുണ്ട് ശരി, പക്ഷേ പല സ്കൂളുകാരും അത് വേണ്ട രീതിയിൽ പാലിക്കാത്തത് കൊണ്ട് ആരൊക്കെയോ അത് കുത്തിപ്പൊക്കിയിട്ട് വീണ്ടും കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ പുതിയ വിധി ഉണ്ടായിട്ടുള്ളത്. ഇത് നിർബന്ധമാണെന്ന്. അത് നമുക്ക് വെക്കാം, നമുക്കൊരു പണി ചെയ്യാം. ഇനി ആ പഴയ പെട്ടിയുണ്ടല്ലോ, അത് അഴിച്ചെടുത്ത് ആ തുരുമ്പൊക്കെ കളഞ്ഞൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സ്ഥാപിച്ചാൽ പോരെ? അത് പോരാന്ന്, നല്ല വലിയ വൃത്തിയായിട്ടുള്ള വേറെ പെട്ടി ഉണ്ടാക്കണം. അന്ന് സാറൊരു പണി, ഒരു ചന്ദനം മേടിച്ച് അർപ്പിച്ച് ഒരു ചന്ദനത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ വാതൊക്കെ തന്നെ വെക്കുക. പെട്ടി ചന്ദനത്തിന്റെ വേണോ അല്ലെങ്കിൽ തേക്കിന്റെ വേണോ എന്നുള്ളതല്ല വിഷയേ. വിഷയം എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, പിന്നെ മയക്കുമരുന്ന്, കഞ്ചാവ്, അതുപോലെയൊക്കെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം. കുറെ വില്ലന്മാരുണ്ട് ഇവിടെ. കുറെ വില്ലന്മാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പുറത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ഒക്കെ പരാതികൾ ഇതിനകത്ത് വരുമെന്ന്. വരട്ടെ സാറേ, അതിന് സാറിന്തിനാ ടെൻഷൻ അടിക്കണത്? ഞാൻ ടെൻഷൻ അടിക്കണത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് 15 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതി ഉണ്ടാക്കണം. ആ ഉപദേശക സമിതി ഇതിനകത്തുള്ള പരാതികളെല്ലാം എടുത്ത് ആഴ്ചയിൽ എടുത്ത് പരിശോധിച്ചിട്ട് അതിന് തീർപ്പുണ്ടാക്കണം. ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത സംഗതികളാണെങ്കിൽ അത് മേൽപോട്ട് അയക്കണം. ഇതെന്താ ഉത്തരവാദിത്തമുള്ള പണിയല്ലേ? എന്ത് ഉത്തരവാദിത്തം? ഇതൊന്നും മഹാ കാര്യമല്ല മാഷെ. മാഷ് ഇത്ര ടെൻഷൻ അടിക്കണുണ്ടപ്പോൾ ഞാനോർത്ത് മാഷ് എന്തെങ്കിലും അലമ്പിൽ പെട്ടിട്ടുണ്ടാ? എന്താ ഈ പറയുന്നത് മാഷ്? കാര്യം പറയുമ്പോൾ മനുഷ്യന്റെ കാര്യമാണല്ലോ. എന്തെങ്കിലും പെട്ടണമെങ്കിൽ തന്നെ ഞാൻ സംഘടനാ സ്വാധീനം ഉപയോഗിച്ച് സാറിന് ഉപയോഗിത്തരാം. പിന്നെ ഈ പെട്ടിയുടെ വിഷയമാണെങ്കിൽ സാർ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. 15 അംഗ കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മാഷില്ലേ, ഞാനില്ലേ, അതുപോലെ എല്ലാവരെയും വെച്ചിട്ട് ഒരു 15 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയ പോരെ?